നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UPA സർക്കാരിന്റെ അവസാന ബജറ്റ്. എക്സൈസ് തീരുവയിൽ ഇളവ്. കാർ, ബൈക്ക്, ഫ്രിഡ്ജ്, മൊബൈൽ, ടെലിവിഷൻ അടക്കം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. നിർഭയ പദ്ധതിക്ക് 1000 കോടി, 10 ലക്ഷം തൊഴിലവസരങ്ങൾ. റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു. സമരം പിൻവലിച്ചത് മന്ത്രി അനൂപ് ജേക്കബുമായി നടന്ന ചർച്ചയെ തുടർന്ന്. റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ കൂട്ടാമെന്ന് ധാരണ. കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. അടുത്ത അധ്യയന വർഷമാകുമ്പോൾ സർക്കാരിന്റെ അംഗീകാരം നേടാത്ത മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിക്കുമെന്നും മന്ത്രി. മാട്ടൂൽ മടക്കര പാലം സ്വപ്നം യാഥാർത്ഥ്യം. ഉത്തര മലബാറിന്റെ വമ്പൻ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ജനത്തിനായി തുറന്നുകൊടുത്തു. മടക്കര ഡാം പാലവും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി. മദനിക്ക് ജാമ്യം ലഭിക്കുന്നതിനായി BJP ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും ഇത് വാങ്ങിയോ എന്ന് അറിയില്ലെന്നും BJP വിട്ട് CPMലേക്ക് വന്ന OK വാസു. കണ്ണൂരിൽ സംഘപരിവാറിന്റെ വോട്ട് മുഴുവൻ ലഭിച്ചത് K സുധാകരനായിരുന്നുവെന്നും OK വാസു. തളിപ്പറമ്പ് ഫെസ്റ്റ് ജില്ലയുടെ ഉത്സവമാകുന്നു. ദിവസവും ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. സീൽ TV ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ ഷോ തളിപ്പറമ്പിന് മറക്കാനാവാത്ത അനുഭവമായി. വാർത്തകൾ വിശദമായി. പ്രതിരോധ മേഖലയിൽ ഒരു റാങ്ക് ഒരു പെൻഷൻ പ്രഖ്യാപനവും വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയവുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UPA സർക്കാരിന്റെ അവസാന ബജറ്റ്. എക്സൈസ് തീരുവയിൽ ഇളവ് നൽകിയതുമൂലം കാറുകളുടെയും ബൈക്കുകളുടെയും ഫ്രിഡ്ജ്, മൊബൈൽ, ടെലിവിഷൻ അടക്കമുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. നിർഭയ പദ്ധതിക്ക് 1000 കോടി സ്ഥിരം ഫണ്ട് വകയിരുത്തിയ ബജറ്റിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ധനമന്ത്രി P ചിദംബരം പറഞ്ഞു. UPA സർക്കാരുകൾ നേടിയ സമാനതകളില്ലാത്ത വളർച്ചയെ ചരിത്രം വിലയിരുത്തട്ടെയെന്ന് P ചിദംബരം പറഞ്ഞു. കൊച്ചി മെട്രോയ്ക്ക് കേന്ദ്ര ബജറ്റിൽ 462.17 കോടി രൂപ വകയിരുത്തി. കേന്ദ്ര നികുതി വരുമാനത്തിൽ നിന്ന് കേരളത്തിനുള്ള വിഹിതം 9101.58 കോടി രൂപയാണ്. മുൻ വർഷത്തേതിൽ നിന്ന് 1632.9 കോടി രൂപയുടെ കൂടുതലാണിത്. ഫാക്ടിന് 42 കോടിയും റബ്ബർ ബോർഡിന് 117 കോടിയും വകയിരുത്തി. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എക്സൈസ് തീരുവ 12 നിന്ന് 10% കുറച്ചതോടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിൽ വില കുറയും. ഫ്രിഡ്ജ്, മൊബൈൽ, ടെലിവിഷൻ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വില കുറയും. ചെറു കാറുകൾ, മോട്ടോർ ബൈക്കുകൾ എന്നിവയുടെ എക്സൈസ് തീരുവ കുറച്ചതിനാൽ ഇവയ്ക്കും വില കുറയും. SUV കാറുകൾക്കും വില കുറയും. SUVകളുടെ തീരുവ 30 നിന്ന് 24% കുറച്ചു. ഇറക്കുമതി ചെയ്യുന്ന യന്ത്രസാമഗ്രികളുടെ തീരുവ 2% കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ കൂട്ടാമെന്ന ധാരണയിന്മേൽ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. മന്ത്രി അനൂപ് ജേക്കബുമായി സംയുക്ത സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കടകൾ തുറക്കാൻ തീരുമാനമായത്. വ്യാപാരികളുടെ കമ്മീഷൻ ക്വിന്റലിന് 200 രൂപയായി ഉയർത്താൻ തത്വത്തിൽ ധാരണയായി. ഇക്കാര്യത്തിൽ മന്ത്രിസഭയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പഞ്ചസാര, ആട്ട എന്നിവ സർക്കാർ നേരിട്ട് കടകളിലെത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും സമരസമിതി കൺവീനർ ജോണി നെല്ലൂർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടറോട് നിർദ്ദേശിക്കും. മണ്ണെണ്ണയ്ക്കുള്ള കമ്മീഷൻ നേരത്തെ ഉയർത്തിയിരുന്നു. വ്യാപാരികളുടെ ആസ്തി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം മാർച്ച് 31 വരെ നീട്ടി. റേഷൻ വ്യാപാരികൾക്ക് മാസശമ്പളം നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ചർച്ചയിൽ സർക്കാർ അറിയിച്ചു. സമരസമിതി നേതാക്കളായ കാടാമ്പുഴ മൂസ, C സുരേന്ദ്രൻ, T മുഹമ്മദ് അലി, C മോഹനൻ പിള്ള, അഡ്വക്കേറ്റ് സുരേന്ദ്രൻ പിള്ള എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ച 3 മേഖലാ കേന്ദ്രങ്ങളിൽ കണ്ണൂർ, കാസർകോട് ജില്ലകൾക്കായുള്ള മേഖലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോളേജുകളിലെത്തിയില്ല എന്നുള്ള ആ ഒരു മിഡിൽ റാങ്കിൽ നിൽക്കുന്ന ഈ ഹയർ സെക്കൻഡറി മേഖലയെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഭൗതിക ഓഫീസ് സൗകര്യങ്ങളാണെങ്കിലും ജീവനക്കാരാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യമാണെങ്കിലും എല്ലാം തന്നെ സമഗ്രമായി പഠിച്ചുകൊണ്ട് വളരെ താമസിയാതെ ഈ കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമുണ്ടാക്കി
ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകരെ സംബന്ധിച്ചുള്ള അവർക്കുള്ള ആശങ്കകളും അതുപോലെ തന്നെ അവരുടെ എല്ലാ നിരാശകളും ഒക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തി. ജൂനിയർ സീനിയർ അധ്യാപകരുടെയും പ്രിൻസിപ്പൽമാരുടെയും പ്രമോഷനുകൾ ഉടൻ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. HSC ഡയറക്ടർ കേശവേന്ദ്രകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K സുധാകരൻ MP, നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അടുത്ത അധ്യയന വർഷമാകുമ്പോൾ സർക്കാരിന്റെ അംഗീകാരം നേടാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുമെന്നും നിബന്ധനകൾക്ക് വിധേയമായി സ്കൂളുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് തലപ്പറമ്പ് ആസ്ഥാനമായി പുതുതായി അനുവദിച്ച വിദ്യാഭ്യാസ ജില്ലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അബ്ദുറബ്ബ്. അതോടൊപ്പം തന്നെ കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് അവർക്കും ഇനി അംഗീകാരമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെയും വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയുമാണ്. അടുത്ത അധ്യയന വർഷമാകുമ്പോൾ ആ കാര്യവും പരിപൂർണമായി പൂർത്തിയാക്കി നിലവിലുള്ള അൺഎയ്ഡഡ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി അംഗീകാരം നൽകുകയും അംഗീകാരം ലഭിക്കാൻ അർഹതയില്ലാത്ത സ്കൂളുകളെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ടിയിരിക്കുകയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ തരത്തിലുമുള്ള സ്ഥാപനങ്ങളുടെയും നിയന്ത്രണം വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മേഖലയ്ക്ക് കൂടുതലായി പണം അനുവദിക്കാൻ സർക്കാരുകൾ തയ്യാറാവുന്നുണ്ട്. ചിറവക്കിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വക സ്ഥലത്ത് വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം നിർമ്മിക്കുവാനുള്ള നടപടി ഉണ്ടാവണമെന്ന് ജെയിംസ് മാത്യു MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിനാവശ്യമായ നടപടിയെടുക്കാമെന്നും മന്ത്രി പറഞ്ഞു. ബഹുമാന്യനായ MLA പറഞ്ഞു, ഇത് ഒരു കോൺഫറൻസ് കൂടാൻ സൗകര്യമില്ല, ബുദ്ധിമുട്ടാണ്, കാണാനൊക്കെ നല്ല രസമുള്ള ഹോളാണ്, ബാക്കിയുള്ളതൊക്കെയാണ്, പക്ഷെ പോരാ എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം വെച്ച ഒരു ഉപാധി, ഇവിടെ സ്വന്തമായ സ്ഥലമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്, മനോഹരമായ സ്ഥലമാണ്, നാഷണൽ ഹൈവേയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഏതായാലും ആ സ്ഥലം ഇതിനു വേണ്ടി ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായും അത് പരിശോധിച്ച് കഴിയുമെങ്കിൽ തീർച്ചയായും അത് ചെയ്യും. ബഹുമാനപ്പെട്ട MLAയോട് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭിക്കാൻ ചിലപ്പോൾ താമസം വരും. അപ്പൊ അതുകൊണ്ട് ബഹുമാന്യനായ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓഫീസ് അവിടേക്ക് പറിച്ചു നട്ട്. ഇതേ ആവശ്യം ഉന്നയിച്ച് NGO അസോസിയേഷൻ തളിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി മന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. ചടങ്ങിൽ ജെയിംസ് മാത്യു MLA അധ്യക്ഷത വഹിച്ചു. PI സുഗുണൻ ഉപഹാര സമർപ്പണം നടത്തി. MLAമാരായ C കൃഷ്ണൻ, AP അബ്ദുള്ളക്കുട്ടി, TV രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ, മനു തോമസ്, മുഹമ്മദ് അള്ളാംകുളം, C ഉമ്മർ, K രാധാകൃഷ്ണൻ, P വാസുദേവൻ, സതീശൻ പാച്ചേനി, KV മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാട്ടൂൽ മടക്കര പാലം യാഥാർത്ഥ്യമായി. ഉത്സവഛായ പകർന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പാലം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാട്ടൂൽ മടക്കര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. മാട്ടൂൽ പുതിയങ്ങാടി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ മാട്ടൂൽ മടക്കര പാലം മാടായി മാട്ടൂൽ PWD റോഡിനെയും പയ്യട്ടം ഇരിണാവ് മടക്കര റോഡിനെയും ബന്ധിപ്പിക്കുന്നു. മാട്ടൂലിലെയും പുതിയങ്ങാടിയിലെയും ജനം പഴയങ്ങാടി വഴി ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്താണ് ജില്ലാ ആസ്ഥാനമായ കണ്ണൂർ, തളിപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിരുന്നത്. പാലം യാഥാർത്ഥ്യമായതോടെ യാത്രാദൂരം 20 കിലോമീറ്ററോളം കുറഞ്ഞു. പ്രദേശത്തുകാർ പുഴ കടക്കാൻ കടത്തുതോണിയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പാലം ഉദ്ഘാടനം നാടിന് ഉത്സവമായി. മടക്കര ഡാം പാലവും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പാലം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ഇതൊരു ധന്യമായ മുഹൂർത്തമാണ്. അതുതന്നെയാണ് ഈ രാവിലെ ഇത്രയധികം ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. സ്വയം വന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ പാലത്തിന് എത്രമാത്രം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ ഭരണതലത്തിലുള്ള ആളുകളെ ഞാൻ പിന്നീട് പറയാം. അതേസമയത്ത് ഈ പാലത്തിന്റെ കാര്യം ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നില്ല എങ്കിൽ പോലും എന്നോട് സൂചിപ്പിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, ബഹുമാന്യനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷാ. നമുക്കറിയാം, ഇതൊരു കൂട്ടായ്മയുടെ പാലവും നമ്മുടെ പദ്ധതി ഇടുമ്പോൾ
കംപ്ലീഷൻ ടൈം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലീഷൻ ടൈമിൽ നടക്കാത്ത കേസുകൾ അത് പ്രത്യേകമായി പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും അതിനാരാണ് ഉത്തരവാദി? മന്ത്രി KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂരിലേക്കുള്ള ദൂരം കുറയുന്നു. ഈ കണ്ണൂർ ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റത്തിൽ ഈ പാലം വഹിക്കാൻ പോകുന്ന നിർണായകമായ ഒരു പങ്കായി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അന്നത്തെ PWD മന്ത്രി ഡോക്ടർ MK മുനീർ തറക്കല്ലിട്ട ഈ പാലം P. കരുണാകരൻ MP മുഖ്യപ്രഭാഷണം നടത്തി. TV രാജേഷ് MLA, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. കണ്ണൻ, മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH ഖൈറുനിസ, ജില്ലാ പഞ്ചായത്ത് അംഗം PP ദിവ്യ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP അബ്ദുൾ ഖാദർ, മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. നാടിന്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ലാത്ത സമീപനമാണ് UDF സർക്കാർ ശൈലിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. കമ്പിൽ ടൌണിൽ ശ്രീകണ്ഠപുരം മുതൽ ചിറക്കൽ വരെയുള്ള റോഡ് വികസന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മന്ത്രിയെയും MLA-മാരെയും തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡും ജനങ്ങൾ ഉപയോഗിക്കുന്ന പാലവും അത് ധാരാളം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ റോഡ് യാതൊരു മടിയുമില്ലാതെ ജെയിംസ് മാത്യു ഒരുപടി ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. ജെയിംസ് മാത്യു അതിന്റെ പിന്നാലെ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. യാതൊരു മടിയുമില്ലാതെ ഈ റോഡ് അനുവദിച്ചു. അതേപോലെ തന്നെ വളരെ വർഷങ്ങളായി ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നാണിശ്ശേരി കടവ് പാലം, അത് വളവട്ടണം പുഴയ്ക്ക് കുറുകെ ഉള്ള പാലം, ആ പാലത്തിന് ഭരണാനുമതി കൊടുത്തു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോവുകയാണ്. താളിപ്പറമ്പ്, അഴീക്കോട്, ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളിലെ കൊളച്ചേരി, നാറാത്ത്, മയിൽ, മലപ്പട്ടം, ശ്രീകണ്ഠപുരം, ചിറക്കൽ ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. ചിറക്കലിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠപുരത്ത് അവസാനിക്കുന്ന റോഡിന്റെ മെക്കാഡം ടാറിംഗ് പ്രവൃത്തിക്ക് 25 കോടിയാണ് കേന്ദ്ര റോഡ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. മുല്ലക്കൊടി നണിയൂർ കടവ് പാലത്തിന് അനുമതി നൽകിയ മന്ത്രിയെ നാട്ടുകാർ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. ജെയിംസ് മാത്യു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KM ഷാജി MLA മുഖ്യപ്രഭാഷണം നടത്തി. CH മേമി, KK മുസ്തഫ, K ലത, KV മേമി, M പത്മാവതി, E സുജാത, സുധാമണി തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും PWD ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. സർക്കാരിന്റെ 1000 ദിവസങ്ങൾ ചരിത്രം തിരുത്തിക്കുറിച്ച ദിനങ്ങളാണെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. കേരളത്തിലെ വികസനങ്ങൾക്ക് ഇത്രയേറെ മാറ്റമുണ്ടായ കാലഘട്ടമുണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ് ഇതിനെല്ലാം പിന്നിലെന്നും KC ജോസഫ് പറഞ്ഞു. UDF സർക്കാർ 1000 ദിനം പൂർത്തിയാക്കിയതിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി KC ജോസഫ്. സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കെല്ലാം, കാരണം കേരളത്തിന്റെ വികസന രംഗത്ത് ഈ 1000 ദിവസങ്ങൾ ചരിത്രം തിരുത്തി കുറിച്ച ദിവസങ്ങൾ. അതിന് കാരണം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ്. തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന വേഗതയും തീരുമാനം നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യവുമാണ് ഇത്രയേറെ മുമ്പോട്ട് പോകാൻ ഗവൺമെന്റിന് കരുത്തു പകരുന്നത്. ഓരോ സർക്കാർ ഉണ്ടാവുന്നത് ജനങ്ങൾക്കും നാടിന്റെ വികസനത്തിനുമായാണ്. കേരളം ഒരുപാട് വികസന സാധ്യതയുള്ള നാടാണ്. സർക്കാർ 1000 ദിനം എത്തി നിൽക്കുമ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി KC ജോസഫ് പറഞ്ഞു. AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷനായി. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം മന്ത്രി KC ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ജില്ലാ കലക്ടർ P ബാലകിരൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, നഗരസഭാധ്യക്ഷ റോഷ്നി ഖാലിദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കല്യാശ്ശേരി ഗ്യാസ് ടാങ്കർ ദുരന്തം ലൈവ് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ പരിഭ്രാന്തി അകറ്റിയ സീൽ TVക്ക് ആദരം. വൈസ്മെൻസ് ക്ലബ്ബ് ധർമ്മശാല നടത്തുന്ന ആഗ്നേയം 2014 പരിപാടിയിലാണ് സീൽ ചാനലിനെ ആദരിക്കുകയെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെയും NSS യൂണിറ്റിന്റെയും സഹകരണത്തോടെ ബുധനാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ദുരന്ത നിവാരണത്തിനു വേണ്ടി അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സിന്റെ പ്രവർത്തനം പൊതുജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന മോക്ക് ഡ്രില്ലും സർവീസ് ഉപകരണങ്ങളുടെ പ്രദർശനവും അത്യാഹിതം സംഭവിച്ചാൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസും അഗ്നേയം 2014 നടത്തും. കല്യാശ്ശേരി ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് തീപിടിച്ച് അതിനുശേഷം അവിടെ സ്തുത്യർഹമായ രീതിയിൽ സേവനം ചെയ്ത് ആ പ്രദേശത്തെ രക്ഷിച്ച ഫയർ സർവീസ് ഉദ്യോഗസ്ഥരെയും മണ്ണാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെയും അതുപോലെ കല്യാശ്ശേരി പൗരാവലിയുടെ പ്രതിനിധിയായി കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്ത വ്യക്തികളെയും ആദരിക്കുന്ന ഒരു പരിപാടിയും അതോടനുബന്ധിച്ച് ഫയർ സർവീസിലെ ആധുനിക സജ്ജീകരണങ്ങളുടെ പ്രദർശനവും മോക്ക് ഡ്രില്ലും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ഫയർ സർവീസുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുമാണ് അവിടെ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വൈസ്മെൻ ക്ലബ് ധർമ്മശാല പ്രസിഡന്റ് KT രവീന്ദ്രൻ, CV ഹരിദാസൻ, വൈസ് പ്രസിഡന്റ് മധു പണിക്കർ, CV വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മദനിക്ക് ജാമ്യം ലഭിക്കുന്നതിനായി BJP ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രന് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും ഇത് വാങ്ങിയോ എന്ന് അറിയില്ലെന്നും BJP വിട്ട് CPMലേക്ക് വന്ന OK വാസു. DVFI നേതൃത്വത്തിൽ തലപ്പറമ്പിൽ നടത്തിയ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു OK വാസു. മദനിക്ക് ജാമ്യം ലഭിക്കുന്നതിനായി PDP നേതാക്കൾ K. സുരേന്ദ്രനെ സമീപിച്ചിരുന്നു. നിങ്ങൾ അറിയുമോ, കർണാടകത്തിലെ ഗവൺമെന്റ് അബ്ദുൽ നാസർ മദനിയെ ബാംഗ്ലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്ത് നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കർണാടകത്തിലെ ജയിലിൽ കിടത്തിയപ്പോ ആ മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി കർണാടകം ഭരിക്കുന്ന സമയത്ത് മദനിക്ക് ജാമ്യം കിട്ടാൻ ഗവൺമെന്റ് വക്കീലിനെ കൊണ്ട് നോ ഒബ്ജക്ഷൻ പറയിപ്പിക്കാൻ ഇവിടുത്തെ PDPയുടെ നേതാവായിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള പൂന്തുറ സിറാജും കാസർഗോഡ് ജില്ലയിലെ BDPയുടെ നേതാവ് അജിത് കുമാർ ആസാദും BJPയുടെ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ചാനലുകളിൽ കൂടി എല്ലാവരെയും കുറ്റം പറഞ്ഞു നടക്കുന്ന K. സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ അടുത്ത് പോയി ആ നേതാവിന് ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തു. കിട്ടിയോ വാങ്ങിയോ എന്നൊന്നും ഞാനറിയില്ല. അങ്ങനെ ഈ നേതാവും ഇവരും കൂടി ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ അവിടുത്തെ പ്രോസിക്യൂഷന്റെ ഡയറക്ടർ ജനറലിനെ കണ്ടു. അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടു. ഒറ്റയൊന്ന് ചെയ്താൽ മതി എന്ന്, മദനിയുടെ ജാമ്യത്തിന് നോ ഒബ്ജക്ഷൻ, അനങ്ങാണ്ടെന്നാ മതി. അതിന് ലക്ഷക്കണക്കിന്. കണ്ണൂരിൽ സംഘപരിവാറിന്റെ വോട്ട് മുഴുവൻ K. സുധാകരനായിരുന്നു ലഭിച്ചത്. വോട്ട് കൊടുത്ത് കിട്ടുന്ന പണം മുഴുവൻ ചില BJP നേതാക്കൾ പുട്ടടിച്ചു തീർക്കുകയായിരുന്നു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ K. സുധാകരൻ മത്സരിക്കുമ്പോൾ സുധാകരേട്ടനാ വോട്ട്. ആടെ ഒരു ചെറിയ താമരയും കൊണ്ട് ഒരു കുഞ്ഞിന് മുഖത്തിരിക്കുന്നുണ്ടാവും. ഓന്റെ പെട്ടിയിൽ വോട്ടുണ്ടാവില്ല. അത് അബദ്ധത്തിൽ ആരെങ്കിലും കുത്തിപ്പോയ വോട്ട് അതിന് കിട്ടുമെന്നല്ലാണ്ട് ഈ സംഘപരിവാരത്തിന്റെ വോട്ടിനെ സുധാകരൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് കാലാകാലം നടക്കുന്നതല്ലേ. തലശ്ശേരി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കുമ്പോ ഉണ്ണിത്താൻ വന്നു. ഉണ്ണിത്താനും കോടിയേരിയും കൂടി മത്സരിക്കുന്ന സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊരു വിദ്വാൻ മത്സരിച്ചു. നായനാർ മത്സരിച്ച സമയത്ത് PK കൃഷ്ണദാസിന് 10,000 വോട്ട് കിട്ടിയ തലശ്ശേരിയിൽ സഖാവ് കോടിയേരിയും ഉണ്ണിത്താനും മത്സരിച്ച സമയത്ത് പെട്ടി തുറന്നു നോക്കുമ്പോൾ ഈ കക്ഷിക്ക് കിട്ടിയത് 1,500. ബാക്കി എങ്ങോട്ട് പോയി? സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വോട്ട് വെക്കുക, ആ പണവും കൊണ്ട് പിട്ടടിക്കുക. നിങ്ങൾക്കറിയാലോ, തളിപ്പറമ്പിൽ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് CMPക്കാരടുത്ത് പണം വാങ്ങിയ കേസ് ഇവിടെ എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എന്ത് മാത്രം പരിശ്രമിച്ചാലും കേരളത്തിൽ ഒരു സീറ്റ് അസംബ്ലിയിൽ കിട്ടൂല, പാർലമെന്റിൽ കിട്ടൂല. വർഗീയ കാർഡിറക്കി കളിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം വിലപ്പോവില്ല. കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളിടത്തോളം കാലം BJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയാൻ BJPക്ക് അർഹതയുമില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് RSS പറയണം.
കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളിൽ സ്ത്രീകൾക്ക് പോകാൻ പോലും പറ്റാത്ത കേന്ദ്രങ്ങളായി മാറിയെന്നും OK വാസു പറഞ്ഞു. വർഗീയത, തീവ്രവാദം, വിലക്കയറ്റം, സ്ത്രീകൾക്കെതിരെയുള്ള കടന്നാക്രമണം എന്നിവയ്ക്കെതിരെയായിരുന്നു ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ടി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കൈ, സെക്രട്ടറി ബിനോയ് കുര്യൻ, എ രാജേഷ്, മനു തോമസ്, കെ കുഞ്ഞപ്പ, കെ സന്തോഷ്, കെ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പിൽ മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട് എന്നിവയിൽ നിന്ന് രാജിവെച്ച് CPM-നൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ചൊവ്വാഴ്ച സ്വീകരണം നൽകുന്നു. 56 യുവാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും അടക്കം 100-ലധികം ആളുകൾക്കാണ് വൈകിട്ട് 6-ന് കണ്ണാടിപ്പറമ്പിൽ സ്വീകരണം നൽകുന്നതെന്ന് CPM മയിൽ ഏരിയ സെക്രട്ടറി TK ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാറാത്ത് പഞ്ചായത്ത് പെട്ടിട്ടുള്ളതാണ് കണ്ണാടിപ്പറമ്പ് പ്രദേശം. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് 10-100ഓളം ആളുകൾ CPM ആയിട്ടും DYFI ആയിട്ടും സഹകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുക. ഇങ്ങനെ വരാനിടയായ സാഹചര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ റോഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 1 വർഷം മുമ്പ് തന്നെ DYFIയോട് സഹകരിക്കാൻ തയ്യാറാവുകയും DYFIയിൽ അംഗത്വം എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. റോഷന് നേരെ നടന്ന ആക്രമണത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. റോഷനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു. കാരണം റോഷൻ ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ റോഷനെ കണ്ടപ്പോൾ റോഷൻ പറഞ്ഞു ഇന്ന കാരണത്താലാണ്, ഇന്നതാണ് സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യം ഞാൻ ചിലരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് വിരോധം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നാണ് റോഷൻ പറഞ്ഞത്. ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളിലും അവർക്ക് വലിയ അസംതൃപ്തി പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ CPM ആയിട്ടും DYFI ആയിട്ട് സഹകരിച്ച് പോകണമെന്ന് അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാം തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ സഹകരിക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്, കച്ചവടക്കാരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ചെന്ന് കണ്ട് ചില ആളുകളുണ്ട് ഈ അഭിപ്രായം ജില്ലാ സെക്രട്ടറിയോട് പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങളെ കാണണം, സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറിയും ഞാനും അതുപോലെ പ്രകാശൻ മാഷ് ഉൾപ്പെടെ കണ്ണാടിപ്പറമ്പ് ഓഫീസിൽ വന്നപ്പോൾ 100-100ഓളം ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കാണാൻ വേണ്ടി വരികയും അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ ഇങ്ങനെ മാറി ചിന്തിക്കാനിടയായ കാര്യത്തെക്കുറിച്ച് അവരും പറഞ്ഞു. ഏതായാലും ഞങ്ങളുടെ നിലപാടും വ്യക്തമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ, അതായത് പാർട്ടിയുടെ നിലപാടും അവരോട് വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി. അവർക്ക് നാളെ നല്ലൊരു സ്വീകരണം കണ്ണാടിപ്പറമ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് നേതാവും MP-യുമായ വ്യക്തി ഒളിഞ്ഞും തെളിഞ്ഞും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഭീകരവാദികളെയും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനങ്ങളിൽ മനം മടുത്താണ് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ എതിർക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇവർ തയ്യാറായത്. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന സ്വീകരണ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കണ്ണാടിപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി PV ബാലകൃഷ്ണൻ, DYFI ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കൈ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശ്രീകണ്ഠപുരം അടൂരിൽ 3 പേരെ പേപ്പട്ടി കടിച്ചു. വീട്ടിനകത്ത് കയറിയാണ് നായ ആക്രമിച്ചത്. നായയെ നാട്ടുകാർ അടിച്ചുകൊന്നു. രുക്മിണി, ശ്രീജ, സൈബുന്നീസ എന്നിവരെയാണ് നായ കടിച്ചത്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ചികിത്സാ സ്ഥാപന രജിസ്ട്രേഷൻ നിർബന്ധമാക്കൽ പാരമ്പര്യ വൈദ്യന്മാർക്ക് ദോഷകരമാകുന്നുവെന്ന് ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ. പാരമ്പര്യ വൈദ്യന്മാരെ പ്രത്യേക വിഭാഗമായി കണ്ട് അവർക്ക് ചികിത്സ നടത്തുന്നതിന് ആവശ്യമായ അംഗീകാരം നൽകുന്നതിനായി ചികിത്സാ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമിതിയിൽ പാരമ്പര്യ വൈദ്യന്മാരെയും ഉൾപ്പെടുത്തണമെന്ന് ഫെഡറേഷൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിൽ രജിസ്റ്റർ ചെയ്യാതെ ചികിത്സ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉടമകൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പാരമ്പര്യ വൈദ്യന്മാർ നടത്തുന്ന സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി BAMS, DAM, BUMS ഡോക്ടർമാർ കൂടിയേ തീരൂ എന്ന നിബന്ധന വഴി പാരമ്പര്യ വൈദ്യന്മാരെ ചികിത്സയിൽ നിന്നും മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TJ സുലൈമാൻ, ജില്ലാ പ്രസിഡന്റ് P. കുഞ്ഞിമായൻ, യഹിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. SABM ബിസിനസ് സ്കൂൾ ഉദ്ഘാടനവും ഹയർ എഡ്യൂക്കേഷൻ മീറ്റും കണ്ണൂർ ഹോട്ടൽ ബ്ലൂ നൈലിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ വിദ്യാഭ്യാസവും ആഗോളവൽക്കരണവും വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ക്ലാസ് എടുത്തു. MG യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ അധ്യക്ഷയായി. നഗരസഭാധ്യക്ഷ റോഷ്നി ഖാലിദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, SABM ചെയർമാൻ MK മുഹമ്മദ് ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്നു. ചെയർപേഴ്സൺ റംല പക്കർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ഇങ്ങനെയാവുന്നത് ഡിസേബിൾഡ് അല്ല, ഡിഫറന്റ് ഏബിൾഡ് ആണ് ഈ കുട്ടികളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കഴിവ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. കഴിവിനെ നമ്മൾ കണ്ടെത്തുക, ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. അതിന് ഒരു മുത്തിനെ എങ്ങനെയാണോ കയ്യിൽ കിട്ടുന്നത്, ആ മുത്തിനെ മിനിക്ക് തിരിച്ച് എങ്ങനെയാണോ നാം മാണിക്യമാക്കി മാറ്റുന്നത്, ഇത്തരം കുട്ടികളെ നാം ആ വിധത്തിലാക്കി. മാനസിക വൈകല്യമുള്ള 85 പേർക്കും ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന 28 പേർക്കുമാണ് 3 ലക്ഷം രൂപ സ്കോളർഷിപ്പായി നൽകിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ചോയ്ക്കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV ബാബുരാജ്, അള്ളാംകുളം മഹമ്മൂദ്, CC ശ്രീധരൻ, TT മാധവൻ, C ലക്ഷ്മണൻ, P ലീലാമ, A രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മുണ്ടേരിമുട്ടയിൽ ചേലേരിമുക്കിൽ കാർ മറിഞ്ഞു. ചെക്കിക്കുളം സ്വദേശി AP മജീദിനെ സാരമായ പരിക്കുകളോടെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മറിഞ്ഞ കാർ പൂർണ്ണമായും തകർന്നു. വിദേശത്തു നിന്നും അവധിക്കെത്തിയതായിരുന്നു മജീദ്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ക്ഷയരോഗ വിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി. 17 മുതൽ 23 വരെയാണ് ദേശീയതലത്തിൽ വാരാചരണം. കണ്ണൂരിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ TB ഓഫീസർ KK ഷാൻഡി നിർവഹിച്ചു. ജില്ലാ TB അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഫ് കൊമേഴ്സ് ക്യാമ്പസിലായിരുന്നു പരിപാടി. TB ചെസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ KV പത്മനാഭൻ ക്ഷയരോഗ ദിന സന്ദേശം വായിച്ചു. NRHM ജില്ലാ പ്രോഗ്രാം മാനേജർ സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. MK ഉമേഷ്, B തങ്കച്ചൻ, C അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മാടായി പഞ്ചായത്ത് ബജറ്റ് അവതരണം പഞ്ചായത്ത് ഹാളിൽ നടന്നു. വൈസ് പ്രസിഡന്റ് PP കരുണാകരൻ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കായിക്കാരൻ സയ്യിദ്, AB ബദറുദ്ദീൻ, സുഹറാബി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇന്ത്യൻ നവോത്ഥാനവും സ്വാമി വിവേകാനന്ദനും വിഷയത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ലൈബ്രറി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വിവേകാനന്ദന്റെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തിൽ MS നായർ, വിവേകാനന്ദനും സംസ്കൃതിയും എന്ന വിഷയത്തിൽ പ്രൊഫസർ P മനോഹരൻ, വിവേകാനന്ദനും മതേതരത്വവും എന്ന വിഷയത്തിൽ പ്രൊഫസർ E ഇസ്മയിൽ എന്നിവർ ക്ലാസ് എടുത്തു. കവിയൂർ രാജഗോപാലൻ അധ്യക്ഷനായി. PK ബൈജു, M മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആയിരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പ് മൈതാനി ജനസാഗരമായി. തളിപ്പറമ്പ് ഫെസ്റ്റിൽ കലയുടെ, സംഗീതത്തിന്റെ, ചിരിയുടെ തമ്പുരാക്കന്മാർ ജനത്തെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. സീൽ TVയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. തളിപ്പറമ്പ് ഇതുവരെ കാണാത്ത ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. സിനിമാറ്റിക് ഡാൻസ്, നൃത്തശില്പം തുടങ്ങിയ പരിപാടികൾ ഒന്നിനു പിറകെ ഒന്നായി. നിനക്കു തരുന്നു ഞാൻ എന്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ, മൊഴിമഴ, മൊഴിമഴ. ലड़के और लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू. हाँ चल गई मेरी बातों से तू चल गई, हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई. चाहे राम, इन दोनों के लव में दुनिया का क्या काम. रख पॉकेट में घोड़ा, दे घोड़े को लगा. रख पॉकेट में घोड़ा, दे घोड़े को लगा. राम चाहे लीला, चाहे लीला, चाहे മോണോ ആക്ട് തുടങ്ങി സിനിമാ ഗാനങ്ങൾ വരെ.
കൃത്രിമകാലിൽ നൃത്തം ചെയ്ത കുഞ്ഞു വിസ്മയ എല്ലാവരുടെയും മനം കവർന്നു. വോഡാഫോൺ കോമഡി ടീമിന്റെയും ജഗപ്പക ടീമിന്റെയും കലാപരിപാടികൾ ജനത്തെ പൊട്ടിച്ചിരിപ്പിച്ചു. ഈ കോഴിയുടെ കരച്ചിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കോഴിയുടെ ഒരു കരച്ചിൽ ഏതാണത്? കോഴി മുട്ടയിടാൻ പോകുമ്പോഴുള്ള കരച്ചിൽ. അതൊരു വെറൈറ്റി. അപ്പൊ ഈ കോഴി മുട്ടയിടാൻ പോകുമ്പോഴുള്ള കോഴിയുടെ കരച്ചിലാണ്. ഈ കോഴി മുട്ടയിട്ട് ഇറങ്ങി വരുമ്പോഴോ എന്താണാവോ? മിഷൻ കല്ലിന്റെ പണിക്കാരും മിഷൻ കല്ല് തലേന്ന് ഇറക്കി വെച്ചതിന് തുല്യ. പിന്നെ അട്ടസിക്ക് അവിടെ കിടങ്ങനെ പാടിക്കുളിക്കും പരൽമീ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി മാടി വിളിക്കും മാറത്തെ മാമ്പുള്ളിച്ചുണങ്ങ് പുള്ളിച്ചുണങ്ങ് മണിവാനിൻ അതിർത്തേരി ഒരു രാഗഹംസമോ അനുരാഗവീതിയിൽ താളം തക്കിടതരികിടമേളം നാദസ്വരം വേണം. വിസ്മയുടെ നൃത്ത അധ്യാപിക മിജ ഗിരീഷ്, ABC ഗ്രൂപ്പ് MDയും യുവ വ്യവസായിയുമായ മുഹമ്മദ് മദനി സീൽ ടിവിയിൽ ടെലിക്യൂസ് നടത്തി 500 എപ്പിസോഡുകൾ പിന്നിട്ട രഘുനാഥ് മൊറാഴ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയവർ എന്നിവരെയും സീൽ TV ആദരിച്ചു. തളിപ്പറമ്പിന് മറക്കാനാവാത്ത ഒരു നാൾ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ 26-ന് കലക്ടറേറ്റ് മാർച്ച് നടത്തും. ഇതിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരത്ത് കൺവെൻഷൻ നടന്നു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കാർപ്പൻട്രി പ്രൊഡക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. പി മാധവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. MP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിട ശിലാസ്ഥാപനം ചൊവ്വാഴ്ച രാവിലെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഴയങ്ങാടി ആരോഗ്യ കേന്ദ്രം വികസന സമിതി സൌജന്യമായി നൽകിയ 9 സെന്റ് സ്ഥലത്താണ് 90 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മാടായി ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ കെട്ടിടത്തിലാണ് ഇപ്പോൾ AEO ഓഫീസ് പ്രവർത്തിക്കുന്നത്. 7 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് മാടായി ഉപജില്ലാ ഓഫീസാണ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മാടായി AEO VP രാമചന്ദ്രൻ, V രാജൻ, O രാമചന്ദ്രൻ, K രഞ്ജിത്ത്, CP സന്ദീപ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CH മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ലബോറട്ടറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരിഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ C സുഹൈൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എളയാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV തങ്കമണി, VK അബ്ദുൽ ഖാദർ മൗലവി, VP വമ്പൻ, P മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. സ്കൂൾ മുറ്റങ്ങളിൽ നിറയെ ഹരിതകാന്തി കലരുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം വെണ്ടയും കയ്പയും പറങ്കിമുളകും വഴുതനയും. സ്കൂളുകളിൽ പച്ചക്കറി വിളവെടുപ്പിന്റെ കാലമാണ്. സമൃദ്ധിയുടെ മറ്റൊരു സ്കൂൾ മുറ്റത്തേക്ക്. കാനൂൽ ജൂബിലി മെമ്മോറിയൽ ALP സ്കൂളിൽ കൃഷിവകുപ്പിന്റെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ പച്ചക്കറികൾ നട്ടുനനച്ചത്. നിറയെ പയറും വെണ്ടയും കയ്പയും. ചീര, മത്തൻ, താലോലി, ചിരങ്ങ്, പച്ചമുളക് തുടങ്ങി കോളിഫ്ലവറും കാബേജുമടക്കം നിരനിരയായി വളർന്നു. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽപ്പെടുത്താനായി ഏറെയാണ് ഇക്കുറി കൃഷി ചെയ്തത്. തളിപ്പറമ്പ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സീതയും കൃഷി ഓഫീസർ സപ്നയും ചേർന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാതൃസമിതി പ്രസിഡന്റ് സുശീലയുടെ നേതൃത്വത്തിൽ ശ്യാമള, ബിന്ദു, ധന്യ, യശോദ, ഷൈനി, രജിത എന്നിവരുടെ മാർഗനിർദ്ദേശത്തോടെയാണ് കുട്ടികൾ കൃഷി ചെയ്തത്. വിളവെടുപ്പിനിടയിൽ കയ്പവള്ളിക്കിടയിൽ കിളിക്കൂടിൽ നിറയെ മുട്ടകൾ. കുട്ടികളുടെ കണ്ണിൽ ഒന്നുകൂടി വിസ്മയം. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല.
പെൻസിൽ പിടിക്കുന്ന കുഞ്ഞുകൈകൾ മണ്ണ് കിളച്ചു, വിത്ത് വിതച്ചു. കുട്ടികൾ പരിപാലിച്ചു വളർത്തിയ പച്ചക്കറികൾക്ക് ഇത് വിളവെടുപ്പുത്സവം. കുറ്റ്യാട്ടൂർ AIP സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ പച്ചക്കറി വിളവെടുപ്പ് ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുജാത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N. പത്മനാഭൻ, പഞ്ചായത്ത് അംഗം CK. ശൈലജ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറ്റ്യാട്ടൂർ AUP സ്കൂൾ ഹരിതനിധി പദ്ധതി അനുസരിച്ച് കുറ്റ്യാട്ടൂർ കൃഷിഭവന്റെ സഹായത്തോടെയായിരുന്നു പച്ചക്കറികൾ കൃഷി ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. 3 ദിവസത്തെ പാപ്പിനിശ്ശേരി ഗ്രാമോത്സവം വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെ സമാപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K. സരള ഉദ്ഘാടനം ചെയ്തു. പാപ്പിനിശ്ശേരി ഗ്രാമത്തിന് 3 ദിവസം ഉത്സവരാവുകൾ സമ്മാനിച്ച പാപ്പിനിശ്ശേരി ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ സമാപിച്ചു. 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്ത സാംസ്കാരിക ഘോഷയാത്ര പാപ്പിനിശ്ശേരി EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ, കരകൌശല പ്രദർശനം, കാർഷിക പുഷ്പഫല പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനം, വിവിധ കലാമത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് C. റീന അധ്യക്ഷത വഹിച്ചു. T. വേണുഗോപാലൻ, N. ഉണ്ണിക്കണ്ണൻ, P. ചന്ദ്രൻ, K. M. സ്വപ്ന, E. സെറീന, B. റഫീഖ്, K. നാണു, M. T. ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. തളിയിൽ ശ്രീ മേൽത്തളി മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാരുദ്രയജ്ഞവും സമാപിച്ചു. ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 12 കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ശേഷം 17 മഹാരുദ്രയജ്ഞം, യജ്ഞപൂർണാഹൂതി, കലശാഭിഷേകം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രം ഊട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. 8 നാൾ നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുക. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടം റോഡ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങിയത്. 20 ഉത്സവം സമാപിക്കും. ദിവസവും കലാപരിപാടികളും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UPA സർക്കാരിന്റെ അവസാന ബജറ്റ്. എക്സൈസ് തീരുവയിൽ ഇളവ്. കാർ, ബൈക്ക്, ഫ്രിഡ്ജ്, മൊബൈൽ, ടെലിവിഷൻ അടക്കം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. നിർഭയ പദ്ധതിക്ക് 1000 കോടി, 10 ലക്ഷം തൊഴിലവസരങ്ങൾ. റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു. സമരം പിൻവലിച്ചത് മന്ത്രി അനൂപ് ജേക്കബുമായി നടന്ന ചർച്ചയെ തുടർന്ന്. റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ കൂട്ടാമെന്ന് ധാരണ. കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി P. K. അബ്ദുറബ്ബ്. അടുത്ത അധ്യയന വർഷമാകുമ്പോൾ സർക്കാരിന്റെ അംഗീകാരം നേടാത്ത മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിക്കുമെന്നും മന്ത്രി. മാട്ടൂൽ മടക്കര പാലം സ്വപ്നം യാഥാർത്ഥ്യം. ഉത്തര മലബാറിന്റെ വമ്പൻ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ജനത്തിനായി തുറന്നുകൊടുത്തു. മടക്കര ഡാം പാലവും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി. മദനിക്ക് ജാമ്യം ലഭിക്കുന്നതിനായി BJP ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രന് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും ഇത് വാങ്ങിയോ എന്ന് അറിയില്ലെന്നും BJP വിട്ട് CPM-ലേക്ക് വന്ന OK വാസു. കണ്ണൂരിൽ സംഘപരിവാറിന്റെ വോട്ട് മുഴുവൻ ലഭിച്ചത് K. സുധാകരനായിരുന്നുവെന്നും OK വാസു. തളിപ്പറമ്പ് ഫെസ്റ്റ് ജില്ലയുടെ ഉത്സവമാകുന്നു. ദിവസവും ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. സീൽ TV ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ ഷോ തളിപ്പറമ്പിന് മറക്കാനാവാത്ത അനുഭവമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.